കേരളത്തിന് വ്യവസായികളുടെ ശവപ്പറമ്പെന്ന ചീത്തപ്പേരുണ്ട്. അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ജാതിയും മതവും നിറവും പറഞ്ഞുള്ള പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഏതൊരു സ്ഥാപനത്തിലും ജീവനക്കാരെ നിയമിക്കുന്നത് അവരുടെ കഴിവും യോഗ്യതയും നോക്കിയാണ്. എന്നാൽ ഇനി അത് മാത്രം നോക്കിയാൽ പോരാ എന്ന സ്ഥിതിയിലേക്കാണ് എത്തി നിൽക്കുന്നത്. എന്തിനും ഏതിനും ജാതി കാർഡ് ഇറക്കിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. ആയതിനാൽ തന്നെ ജാതി കാർഡ് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. കേരളത്തിന് വ്യവസായികളുടെ ശവപ്പറമ്പെന്ന ചീത്തപ്പേരുണ്ട്. അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ജാതിയും മതവും നിറവും പറഞ്ഞുള്ള പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ജിതിൻ ജേക്കബ് നൽകുന്ന വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ഇന്നലെയും ഇന്നുമായി ഉയർന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. ജീവനക്കാരെ നിങ്ങൾ ചൂഷണം ചെയ്തു, അതുപോലെ ജോലിക്കാര്യത്തിൽ മാനസിക സമ്മർദ്ദം നൽകി എന്നൊക്കെ. ഏതൊരു സ്ഥാപനത്തിലാണെങ്കിൽ പോലും ജോലി സമ്മർദ്ദം അല്ലെങ്കിൽ അത് സംബന്ധമായ സമ്മർദ്ദം എല്ലാവരും അനുഭവിക്കുന്നതാണ്. അത് സ്വാഭാവികമായ ഒന്നാണ്. എന്നാൽ ആ സ്ഥാപന ഉടമയുടെ ഭാഗത്തു നിന്ന് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തിയോ ചെയ്തികളോ ക്രൂരത നിറഞ്ഞ പെരുമാറ്റമോ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ വലിയ തലത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുള്ളൂ. അതുപോലെ ഇപ്പോൾ ട്രെൻഡായിരിക്കുന്ന ജാതി കാർഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ജിതിൻ ജേക്കബ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. പ്രതീക്ഷിച്ചതുപോലെ ജാതി കാർഡ് ഇറക്കി ഇരവാദം തുടങ്ങിയല്ലോ. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുക, അത് പിടിക്കപ്പെടുമ്പോൾ ജാതിയും തൊലിയുടെ നിറവും ഒക്കെ പറഞ്ഞുള്ള ഇരവാദം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അധിക്ഷേപം, അതാകുമ്പോൾ പൊതുബോധം തട്ടിപ്പുകാർക്കൊപ്പം നിൽക്കുമല്ലോ. സ്ത്രീകളെ പീഡിപ്പിച്ചവനും അതുപോലെ കഞ്ചാവ് കേസിൽ പോലീസ് പിടികൂടിയവനും ഒക്കെ തന്നെ ജാതിയും തൊലിയുടെ നിറവും ഒക്കെ പറഞ്ഞ് ഇരവാദം ഇറക്കിയപ്പോൾ കേരളത്തിൽ വലിയ പിന്തുണ കിട്ടിയല്ലോ. ഇനിയിപ്പോൾ ഇതൊരു ട്രെൻഡായി തന്നെ മാറും. ഒരാൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ കുറച്ച് പേർക്ക് തൊഴിൽ കൂടിയാണ് ലഭിക്കുന്നത്. നാട്ടിൽ ജോലിയില്ല എന്ന് എല്ലാവരും പറയും. സർക്കാരിന് എല്ലാവർക്കും ജോലി നൽകാനാകില്ല. അതിന് സംരംഭകർ മുന്നോട്ട് വരണം. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ പുതിയൊരു സംരംഭം തുടങ്ങാൻ പോലും ആളുകൾ ഭയക്കും. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ വ്യവസായികളുടെ ശവപ്പറമ്പ് എന്ന ചീത്തപ്പേരുണ്ട്. അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ജാതിയും മതവും നിറവും പറഞ്ഞുള്ള പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ജീവനക്കാർ സ്ഥാപനത്തിൽ തട്ടിപ്പ് കാണിച്ചാലോ അല്ലെങ്കിൽ ജോലി കൃത്യമായി ചെയ്തില്ലെങ്കിൽ അതിന്റെ പേരിലോ സ്ഥാപന ഉടമയ്ക്ക് ജീവനക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി മാറി. സ്ഥാപന ഉടമയ്ക്ക് നേരെ ജാതിയും മതവും നിറവും സ്ത്രീ പീഡന ആരോപണവും ഇറക്കിയാൽ മതിയല്ലോ. ഏതൊരു സംരംഭകനും കഴിവ് മാത്രം നോക്കിയാണ് ജീവനക്കാരെ ജോലിക്ക് നിയമിക്കുന്നത്. ഇതിപ്പോൾ അത് മാത്രം നോക്കിയാൽ പോരാ എന്ന അവസ്ഥയായി. വലിയ വ്യവസായികൾക്ക് ഇതെല്ലാം നേരിടാൻ കഴിയുമായിരിക്കും. പക്ഷേ ആയിരക്കണക്കിന് ചെറുകിട വ്യവസായികൾ കേരളത്തിലുണ്ട്. തട്ടിപ്പ് കാണിച്ചിട്ട് ജാതി കാർഡും തൊലിക്കട്ടിയും നിറവും അതുപോലെ തന്നെ ഇറക്കുമ്പോൾ പൊതുസമൂഹവും ഭരണകൂടവും മാധ്യമങ്ങളും തട്ടിപ്പുകാർക്കൊപ്പമേ നിൽക്കൂ. സാധാരണ സംരംഭകർക്ക് ഇത് നേരിടാൻ കഴിയില്ല. ഇതിപ്പോൾ ഡിജിറ്റൽ തെളിവുകളായതുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ ഇവർക്ക് രക്ഷയില്ല. അതുകൊണ്ട് ജാതിയും നിറവും ഒക്കെ ഇറക്കി തട്ടിപ്പുകാർ ഇരവാദം ഇറക്കിയിട്ടും കാര്യമൊന്നുമില്ല. നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഒച്ചിന്റെ വേഗത്തിലായതുകൊണ്ട് കോടതി വിധി വരാൻ കുറഞ്ഞത് 10 വർഷമെങ്കിലും എടുക്കും. അപ്പോൾ ഇവർ ശിക്ഷിക്കപ്പെട്ടാലും അതൊന്നും ആരും ശ്രദ്ധിക്കുവാനും പോകുന്നില്ല എന്നതാണ് മറ്റൊരു ദുരവസ്ഥ. പോക്സോ കേസുകൾ പോലെ വളരെയധികം ദുരുപയോഗം ചെയ്യുന്ന ഒന്നാണ് ജാതിയുടെ പേരിലുള്ള അധിക്ഷേപം എന്ന വകുപ്പ്. ഈ പുട്ടിന് പീര പോലെ എല്ലാത്തിനും ചേർക്കാം. പിന്നെ ഒരു സ്ത്രീപീഡനം ആരോപണം കൂടി ഉയർന്നാൽ ജോലി നൽകിയ വ്യക്തിയുടെ മാനവും പോകും. വലിയ പിടിപാടുള്ളവർ മാത്രമേ ഇതിനെ നിയമപരമായി നേരിടാൻ പോകൂ. അല്ലാത്തവർക്ക് പോയത് പോട്ടെ എന്ന് ഓർത്തുകൊണ്ട് വേണമെങ്കിൽ തട്ടിപ്പുകാരുടെ കാലു പിടിച്ച് അങ്ങോട്ട് കുറെ കൂടി പണം നൽകി തടി തപ്പാം, അതിനും ശ്രമിക്കാം. കേരളം ആസ്ഥാനമായ ഒരു വൻകിട ജ്വല്ലറി ഗ്രൂപ്പിന്റെ കീഴിലെ ജീവനക്കാരൻ കാണിച്ച തട്ടിപ്പ് എനിക്ക് നേരിട്ടറിയാം. അത് പിടിക്കപ്പെട്ടപ്പോൾ ഉടൻ ആ സ്ഥാപനത്തിന്റെ ഉടമകളുടെ മതം പറഞ്ഞുള്ള ഇരവാദമായിരുന്നു. കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയും ചെയ്തു. ഇന്നലെ വരെ ജോലിയില്ലാതെ അലച്ചിലായിരുന്നു, പട്ടിണിയായിരുന്നുവെങ്കിൽ ജോലി ലഭിക്കുന്നതോടെ തൊഴിൽ നൽകുന്നവർ ചൂഷണമാണ് എന്നും ജീവനക്കാരനെ ചൂഷണം ചെയ്യുകയാണ് എന്നും മനസ്സിലങ്ങ് തോന്നി തുടങ്ങും. സ്ഥാപന ഉടമ അങ്ങനെ ലാഭം ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ കിട്ടുന്നത് എല്ലാം ജീവനക്കാർക്ക് വീതിച്ചു തരണം എന്ന ഊള ചിന്തയാണ് ഇപ്പോഴും നല്ലൊരു പങ്ക് ജീവനക്കാർക്കും എന്നത് യാഥാർത്ഥ്യമാണ്. സ്ഥാപനത്തിൽ നടത്തുന്ന തട്ടിപ്പ് പിടിക്കപ്പെടുമ്പോൾ മറ്റ് ഇരവാദങ്ങൾ ഏറ്റിലായെങ്കിൽ ഇവർ ഈ ന്യായീകരണമാകും ഉയർത്തുക. സ്ഥാപന ഉടമകൾ ജീവനക്കാരനെ ഭയന്ന് ജീവിക്കേണ്ട ഗതികേടായി മാറി. കേരളത്തിലെ പൂട്ടിപ്പോയ സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ നല്ലൊരു ശതമാനവും പൂട്ടാൻ കാരണമായത് ആ സ്ഥാപനത്തിലെ ജീവനക്കാർ കാരണമാണ്. ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും രക്ഷയില്ലാത്ത കാലമാണിത്.
അതുകൊണ്ട് കേരളത്തിലെ സംരംഭകർ വളരെയധികം സൂക്ഷിക്കണം. പുതുതായി സ്ഥാപനങ്ങൾ തുടങ്ങാൻ പോകുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ജീവനക്കാരുടെ കഴിവ് മാത്രമല്ല ഇനി മുതൽ നോക്കേണ്ടതെന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമാണെന്നറിയാം. പക്ഷേ ഇതല്ലാതെ വേറെ മാർഗമില്ല എന്നതാണ് സത്യം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.